ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനിലേക്ക് വരുന്ന ഭയങ്കര ഒരു ട്രെൻഡ് ആയിരിക്കും. അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇത് ശരിക്കും പാരൻസും അതുപോലെ നേഴ്സിംഗ് സ്റ്റുഡൻസും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ജർമ്മനിലോട്ട് പഠിക്കാൻ വരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും മിഡിൽ ക്ലാസ് ഫാമിലി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഞാനൊക്കെ നാട്ടിൽ നേഴ്സിംഗ് പഠിച്ചിരുന്ന സമയത്ത് മെറിറ്റിലൊക്കെയാണ് 4 lakh കൊണ്ട് പഠിച്ചിറങ്ങി വരായിരുന്നു BSc നേഴ്സിംഗ് കോഴ്സിങ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പെൻസ് ഭയങ്കര ഇരട്ടിയായി. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം നാട്ടിലൊക്കെയാണ് നേഴ്സിംഗ് പഠിക്കുന്നതെങ്കിൽ പാരന്റ്സ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് വേണം നമ്മുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, ഇവിടെ നാട്ടിലെ പോലെ പഠിത്തം മാത്രം പോരാ. നാട്ടിലാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മൾ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു സൈൻ മേടിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന്റെ ഗൈഡൻസിൽ നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടറിസ്റ്റ് ബ്ലോക്ക് എന്ന് വെച്ചാൽ തിയറിന്റെ ബ്ലോക്കിന്റെ സമയത്ത് അവർക്ക് ക്ലാസ്സും, അല്ലാത്ത സമയത്ത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ കെയർ ഹോം ആണ് കെയർ ഹോം, അല്ലെങ്കിൽ ആംബുലന്റ് ഫ്ലേക്ക് വീട്ടിൽ കൂടെ ഉള്ള പരിചരണമാണെങ്കിൽ വീട്ടിൽ കൂടെ ഉള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പീഡിയാട്രിക് സെക്ഷനിലൊക്കെ ആണെങ്കിൽ പീഡിയാട്രിക് സെക്ഷനിൽ ഒക്കെ ഇവരെ പോസ്റ്റ് ചെയ്യും. അന്നേരം വെറുതെ പഠിച്ച് നടന്നാൽ മാത്രം പോരാ, ശരിക്കും അവര് കംപ്ലീറ്റ് ജോലി ഗൈഡൻസോട് കൂടി ഫസ്റ്റ് എല്ലാം ചെയ്യിക്കും. ഇപ്പൊ ചിലപ്പം ബേസിക് കെയർ ആയിരിക്കും, അങ്ങനെ എല്ലാവിധ ജോലികളും അവർ ചെയ്യണം. അപ്പൊ നാട്ടിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെയൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് പഠിക്കുന്നതിന് മാത്രം കിട്ടുന്നില്ല, നമ്മൾ ഇവിടെ വർക്കും കൂടി ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നന്നായിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള പിള്ളേരായിരിക്കണം. ഇപ്പൊ എന്റെ ഒക്കെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ, അന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പം പപ്പ, മമ്മി, ചാച്ചൻ, അമ്മച്ചി അവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റമോള. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ജീവിതത്തിൽ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ എനിക്ക് വലിയ ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥകളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാല് ആ സമയങ്ങളിലൊക്കെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ എനിക്കൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതിനുള്ള ഒരു പക്വത എനിക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് നേഴ്സിംഗ് 4 year പഠിച്ചു, അത് കഴിഞ്ഞ് ജോലി ചെയ്തു, അത് കഴിഞ്ഞ് കുറെ എക്സ്പോഷറായി. അപ്പൊ നമ്മൾ പലവിധ കൾച്ചറുള്ള ആൾക്കാരെ കാണുന്നു. അത് നമുക്ക് കുറെ എന്താ പറയാ സെൽഫ് കാപ്പബിലിറ്റീസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. പക്ഷെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം പാരന്റ്സ് നമുക്ക് വെച്ചുണ്ടാക്കി തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നേഴ്സിംഗ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഹോസ്റ്റൽ ഉണ്ടാവും. അപ്പൊ അവിടെ ക്യാൻറ്റീനിൽ പോയാൽ ഫുഡ് കിട്ടും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഉണ്ടറിസ്റ്റ് ബ്ലോക്ക് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്തിട്ടാന്നായിക്കോട്ടെ, അത് ഇനി തിരിച്ച് വീട്ടിൽ ചെന്ന് ആരും വെച്ചുണ്ടാക്കി തരാൻ ഉണ്ടാവത്തില്ല. നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കി കഴിക്കണം. അതിൽ ഏറ്റവും കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഫസ്റ്റ് ഇവിടെ നേഴ്സായിട്ട് വന്ന സമയത്ത് എനിക്ക് ആ സമയത്തുള്ള ക്രിപ്പ് എന്ന് പറയും, എന്ന് വെച്ചാൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ, ഫീവർ ഒക്കെ പിടിച്ചു. അപ്പൊ ഞാൻ ശരിക്കും അന്നേരം ഞാൻ വീട് മിസ് ചെയ്തു. കാരണം എന്താന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുണ്ട്, നമുക്ക് ചൂട് കഞ്ഞി തരാനോ അല്ലെങ്കിൽ ഒരു പപ്പടം കാച്ചി തരാനോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം. ഒരു ഡോക്ടറെ വിളിക്കുക, അപ്പോയിന്റ്മെന്റ് മേടിക്കുക, അപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഫാർമസി പോയിട്ട് അവിടെ പോയി മരുന്ന് മേടിക്കുക, എല്ലാം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണുള്ളത്. അന്നേരം എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയറിറ്റിക്കലും പ്രാക്ടിക്കലും ഉണ്ട്, ഗൈഡൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും പണിയെടുക്കേണ്ടി വരും. അപ്പം നാട്ടിലൊക്കെ നമുക്കിപ്പം എന്താ ബേസിക് കെയർ ഇങ്ങനെ തുടക്കുക, ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ആംഗിഹ്യൂറിക് എന്ന് വെച്ചാൽ ബൈസ്റ്റാൻഡേഴ്സ് അധികം ഉണ്ടാവത്തില്ല. നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടെ ആരെങ്കിലും ഒക്കെ ബൈസ്റ്റാൻഡർ, ഒന്നെങ്കിൽ പപ്പ, മമ്മി, അല്ലെങ്കിൽ കുടുംബക്കാർ, ആരെങ്കിലും റിലേറ്റീവ്സ് കൂടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തില് ബേസിക് കെയർ എന്ന് വെച്ചാൽ തുടയ്ക്കുന്നത്, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇപ്പം ബ്രോഡ് ഇങ്ങനെ ബ്രെഡൊക്കെ ഷ്മിയറും ചെയ്ത് തേച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഷ്ലുക്സ്റ്റോറിങ് ഇറക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അതോടനുസരിച്ചുള്ള നമ്മൾ വാരി കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ എല്ലാവിധ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യണം. അപ്പം ശരിക്കും പറഞ്ഞാൽ നാട്ടിലോ ഒന്നും ചെയ്യാതെ ഒരു ബെഡ് പോലും മടക്കി വെക്കാതെ ഇവിടെ വന്നു കഴിയുമ്പം ഇങ്ങനത്തെ പണികളും കൂടി ചെയ്യണം എന്ന് പറയുമ്പം ചിലവർക്കൊക്കെ അതൊരു മെന്റലി അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്.
ഇപ്പൊ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ എന്റെ വീട്ടിലെ ചാച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ പ്രായമായിരുന്നു ഇപ്പൊ നോക്കിയതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും വലിയ പാട്, എനിക്ക് അങ്ങനെ നോക്കുന്നതിലൊന്നും അറപ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് അറപ്പും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആകുമ്പം ഇങ്ങോട്ട് വരുന്നത് ഒന്നും കൂടി ആലോചിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജർമ്മനി അല്ല അവരുടെ എയിം എന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടില് 4 ഇയർ BSc നഴ്സിംഗോ അല്ലെ 3 ഇയർ GNM ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് OET ഒക്കെ പഠിച്ചാണെങ്കിൽ വേറെ സ്ഥലത്തോട്ടാണെങ്കിലും മൈഗ്രേറ്റ് ചെയ്തു പോവാം. പക്ഷേ ജർമ്മനിലോട്ടാ വരാന് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഇവിടെ വന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം എന്താ വെച്ചാൽ സെൽഫ് കാപ്പബിലിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് ഈ 3 വർഷം കൊണ്ട് ഇവർ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 6 മന്ത് അൺബാച്ചിലേർക്കാൻ ചെയ്യുന്നതിനെക്കാട്ടും നല്ല കാലിബർ ആയിട്ട് മെഡിക്കൽ ടേംസും പഠിച്ച് എല്ലാം ആയിട്ട് നല്ല ഫിറ്റ് ആയിട്ടുള്ള നേഴ്സസിനെയാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഇവിടെ ചെയ്യുമ്പം അവർക്ക് ഒത്തിരി വൈറ്റൽ ബിൽഡിംഗ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസും അവർക്ക് അതിനുള്ള ഒരു ടെൻഷനോ അല്ലെ ഒരു പേടിയോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒത്തിരി നല്ല കാര്യം തന്നെയാണ് ഇവിടെ വന്ന് പഠിക്കാന്നുള്ളത്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റൈഫൻഡ് മാത്രം ഉദ്ദേശിച്ച് വരരുത്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും കൂടി ഇവിടെ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവിടെ വന്നു കഴിയുമ്പം അയ്യോ പെട്ടുപോയി എന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം.